വീടിൻ വിളക്കു വീട്ടമ്മ. കോമഡി ക്യാരക്ടേഴ്സ് ഇപ്പം ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അല്ലാത്ത ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോമഡി ക്യാരക്ടർ ചെയ്യാൻ ആവശ്യമായിട്ട് തോന്നിയ ഘടകങ്ങൾ എന്തൊക്കെയാണ്? പുതിയൊരു കോമഡി കൂടെ നിൽക്കുന്നവരുടെ ടൈമിംഗ് ഒരു വലിയ ഒരു പ്രശ്നം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആദ്യം അഭിനയിക്കുന്ന കോമഡി സീരിയൽ തന്നെ കൈരളിയുടെ വരൻ ബ്രോക്കറാണ് എന്ന് പറഞ്ഞ സീരിയലായിരുന്നു. അതിൽ തന്നെ ഒരുപാട് പുതിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ വളരെ മികച്ച നിലവാരത്തിലുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം എനിക്ക് പിന്നെ ഞാനൊരു കോമഡി പറഞ്ഞാൽ പോലും ശരിക്കും ആരും ചിരിക്കില്ല. അത് എനിക്ക് അത് എനിക്ക് അങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാനൊന്നും അറിയില്ല. വിഷ്ണു ആരായാലും തന്നെ എന്നോടും വളരെ മനോഹരമായിട്ട് കോമഡി പറഞ്ഞിട്ട് ഞാൻ അതിപ്പം വേറെ ആരോടെങ്കിലും പറയുമ്പോൾ അതെന്തോ ഒരു സംഭവം പറഞ്ഞ പോലെ, എന്തോ ഒരു കാര്യം പറഞ്ഞ പോലെയൊക്കെയുള്ളൂ. അല്ലാണ്ട് എനിക്ക് അവര് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച്. അതെ അതെ, എനിക്കൊരു വലിയ പോരായ്മയാണ്. അതൊരു വലിയ സീരിയസ് സംഭവമായിട്ട് ഇപ്പോഴും പഠിച്ചു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളാണ് എപ്പോഴും എന്നെ രക്ഷപ്പെടുത്തുന്നത് തന്നെയാണ് എന്റെ വിശ്വാസം. ഞാൻ ജിജി ആന്റിയുടെയും ഓമന ആന്റിയുടെ കൂടെ ഒക്കെ അഭിനയിക്കുമ്പോൾ അവർക്ക് തന്നെ അറിയാം എനിക്ക് ഒരുപാട് തല്ല് വരെ തന്നിട്ടുണ്ട് ആന്റി. ചിരി എനിക്കെന്ന് വെച്ചാൽ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ തന്നെ കുറച്ചൊരു ചിരി വരണം. പിന്നെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും പിന്നെ നമ്മുടേതായ ചില സംഭവങ്ങളും എല്ലാം കൂടെ ആകുമ്പോഴാണ് ആ സീൻ വിജയിക്കുന്നതാണ്. കോമഡി അഭിനയിക്കുന്നതിന് മുമ്പേ ആ സ്ക്രിപ്റ്റിൽ നോക്കിയിട്ട് ഒരു അരമണിക്കൂർ ചിരിക്കും. അപ്പൊ ഞങ്ങൾ ചോദിക്കും എന്ത് ചിരിക്കണേന്ന് ചോദിക്കും. ഞങ്ങളും കൂടെ നോക്കട്ടെ എന്ന് പറയും. ചിരിച്ചിട്ട് ഇത് ചിരിക്കാനുള്ള അഭിനയിക്കുമ്പോൾ നമുക്ക് കരച്ചിലാണ് വരുന്നത്. കാരണം അവള് പറഞ്ഞ അത്രയും ചിരി. അപ്പൊ ഞങ്ങൾ പറയാം അങ്ങനെ അല്ല, ഇങ്ങനെ പറയണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്ക്രിപ്റ്റ് കൊടുത്തു 4-5 പ്രാവശ്യം പഠിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് റിഹേഴ്സൽ എടുത്തു, പഠിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഡയറക്ടർ പറഞ്ഞു ഓക്കെ ടേക്ക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങി. 2 ഡയലോഗും പറഞ്ഞിട്ട് തിരിഞ്ഞൊരു ചിരിയാ. അത് 10 പ്രാവശ്യം ആവുമ്പോ അല്ല അതൊരു 4-5 പ്രാവശ്യമായി. 10 പ്രാവശ്യം ആവുമ്പോൾ നമുക്ക് കാലും കൈയൊക്കെ വേദന, ഒരു ദേഷ്യം വരും. ഓമന ചേച്ചി ഒരു ദിവസം ലാസ്റ്റ് ചിരിക്കേണ്ട സ്ഥാനത്ത് ഓമന ചേച്ചി പിടിച്ചു കൊണ്ടേ റൂമിൽ കൊണ്ടുപോയിട്ട് നീ എന്തോന്നാ കരുതിയത്, ചിരിക്കാനുള്ളതാണോ കോമഡി എന്ന് പറഞ്ഞാൽ? നാട്ടുകാരെ ചിരിക്കണ്ട, നീ അല്ല ചിരിക്കണ്ട. കൊടുത്ത് നന്നായിട്ട്. അപ്പൊ ഒന്ന് ചോദിക്കട്ടെ, ഈ ആദ്യമേ പറഞ്ഞതാണ് കോമഡി എന്ന് പറയുന്നത് നമുക്ക് വളരെ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യം. അപ്പൊ ഈ സ്ക്രിപ്റ്റ് ഒക്കെ തന്ന് അത് കൃത്യമായിട്ട് പഠിച്ച് എന്നിട്ട് വേദിയിൽ പ്രസന്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്തെങ്കിലും സ്വാഭാവികത നഷ്ടപ്പെടുവോ? ഒരിക്കലും. നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമ്മൾ ശരിക്കും റിഹേഴ്സൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കായി ചിരി വരും. ആ സിറ്റുവേഷൻ നമ്മൾ മനസ്സിലൊന്ന് കാണും ഇങ്ങനെയാ. അപ്പൊ നമുക്ക് തന്നെ ചിരി വരും. അപ്പൊ പിന്നെ ജനങ്ങൾ ചിരിക്കാതിരിക്കും. പിന്നെ കയ്യിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഇട്ടേക്കും ഫില്ല് ചെയ്യാൻ വേണ്ടി. മികവ് തന്നെയാണ് ഇത് ചെയ്യുന്നത്. സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചത് മാത്രമായിട്ട് ഒരു കോമഡി ആർട്ടിസ്റ്റിനും അത് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. ഇപ്പൊ രവിയേട്ടനാണെങ്കിലും ശരി, അമ്പിളിച്ചേട്ടനാണെങ്കിലും ശരി, മാളച്ചേട്ടനാണെങ്കിലും ശരി, പണ്ടത്തെ ആൾക്കാർ പപ്പുവേട്ടൻ, ഇങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും കോമഡി എന്ന് പറഞ്ഞാൽ അല്ലേ ചേട്ടൻ എന്ത് പറയുന്നു അതിനോട് യോജിക്കുന്നില്ല. ഈ സ്ക്രിപ്റ്റിൽ എഴുതിയത് മാത്രമായിരിക്കില്ല. എന്നുവെച്ചാൽ അവരുടെ ആയിട്ട് കോൺട്രിബ്യൂഷൻ ഉണ്ടായാൽ മാത്രമേ ആ സീൻ വിജയിക്കുള്ളൂ. ആന്റി ഇപ്പൊ സൂചിപ്പിച്ചല്ലോ, നീ പിന്നെ ഒരു ആർട്ടിസ്റ്റ് ആണ്, പ്രേക്ഷകരാണ് ചിരിക്കേണ്ടതെന്നൊക്കെ ആന്റി പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ അപ്പോഴും ആന്റിയോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ആന്റി ഞാനൊരു പ്രേക്ഷകയായി മാറുകയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പ്രേക്ഷകർ എങ്ങനെയാണ് അവരുടെ ഭാഗത്തു നിന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതാണ് എനിക്ക് ഇത്ര ചിരി വരുന്നത്. നമ്മളത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആ സ്ക്രിപ്റ്റ് അല്ല എന്നെ ചിരിപ്പിക്കുന്നത്. നമ്മളത് എല്ലാവരോടും അത് ചെയ്ത് കഴിയുമ്പോഴുള്ള പ്രേക്ഷകരുടെ റിയാക്ഷൻ ആണ് അപ്പോഴേ എനിക്ക് വരുന്നത്. അതാണ് സത്യം. അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് കട്ട് പറഞ്ഞിട്ട് ഇവിടെ റൂമിൽ പോയി വീണ് ഉരുണ്ട് ചിരിച്ചിട്ടൊക്കെ ഉണ്ട്. അത് ശരി. അത് കഴിഞ്ഞിട്ട് പ്രേക്ഷകർ ഇത് കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ടോ? എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ കുട്ടി ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ആ കുട്ടി ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ല, പ്രേക്ഷകരെ ഒന്ന് അവസാനം ചിരിപ്പിച്ച് കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു നിങ്ങൾക്ക് എന്നുള്ളതാണ്. കോമഡി ചെയ്യുന്നത് ഭയങ്കര കഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഇപ്പൊ പ്രോംപ്റ്റ് ചെയ്ത് നമ്മൾ ഡയലോഗ് അഭിനയിച്ച് അങ്ങ് ഡയലോഗ് പറയുന്ന പോലെ കോമഡി വരും, ഭയങ്കര കഷ്ടം തന്നെയാണ്. പിന്നെ ലേപ്പിൽ വെച്ച് ഡയറക്റ്റ് നമ്മൾ ബൈ ഹാർട്ട് പഠിച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് കോമഡി ചെയ്യുന്നില്ലേ, അതൊക്കെ എന്ത് പാടാ. ചിരിയുടെ താരങ്ങൾക്ക് അംഗീകരിക്കാൻ ഇവർ രണ്ടുപേരും വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവർ രണ്ടും മാത്രമല്ല, മല്ലിക ആന്റി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ലക്ഷ്മിയുടെ റെമ്യൂണറേഷൻ നിന്ന് പകുതി നമുക്ക് രണ്ടുപേർക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അല്ലേ ലക്ഷ്മി? അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. സ്ക്രിപ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, സ്ക്രിപ്റ്റ് എഴുതി തരുന്ന സ്ക്രിപ്റ്റ് അത് ഒരു എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഏത് റൂട്ടിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്, ഒരു
നമ്മൾ ഡ്രൈവറാണ്, പക്ഷേ വഴി അറിയാവുന്ന ഒരാൾ സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു വഴി പറഞ്ഞു തരികയാണ്, അതാണ് സ്ക്രിപ്റ്റ്. ശരിക്കും അതിലേക്കൂടെ എങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യണം, ഗട്ടർ മാറ്റി ഓടിക്കണം, വളവ് വരുമ്പോൾ എങ്ങനെ ചെയ്യണം, വേറൊരു വാഹനം വന്ന് എങ്ങനെ ചെയ്യണം, അതൊക്കെ ആർട്ടിസ്റ്റിൻ്റെ ഇംപ്രവൈസേഷനിൽ വരുന്നതാണ്. അത് മനോഹരമായിട്ട് ചെയ്യുമ്പോഴാണ് നല്ലൊരു കൊമേഡിയൻ ആവുന്നതും. കോമഡിയുടെ ലെവലിൽ ചിലർ ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ട്, ചിലർ ചെയ്യുമ്പോൾ അത്ര പോരായി വരുന്നു എന്ന് പറയുന്നില്ലേ, ഈ ടൈമിങ്ങോ ഈ സെൻസ് ഓഫ് ഹ്യൂമർ അല്ല കേട്ടോ, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ട് അതിനകത്തുനിന്ന് അയാളുടെ സെൻസ് ഓഫ് ഹ്യൂമർ, അയാളുടെ ബോഡി ലാംഗ്വേജ് എല്ലാം കൂടെ ഫില്ലാകുമ്പോഴാണ് ആ ക്യാരക്ടർ ഈ സ്ക്രിപ്റ്റ് റൈറ്ററോ ഡയറക്ടറോ ഉദ്ദേശിച്ച പ്രേക്ഷകർക്ക് ആസ്വദിക്കാൻ കഴിയും. സ്കൈ ജ്വല്ലറി വീട്ടമ്മയുടെ സംഗീത പരിപാടിയായ മലയാളത്തിന്റെ ഉണർത്തുപാട്ടിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടമ്മയുടെ ശീർഷക ഗാനം പാടിയ ശ്രീമതി ലാലി ആർ പിള്ളയാണ്. ക്ലാസിക്കലായിട്ട് തന്നെ പഠിക്കുന്നുണ്ട്, കർണാടക സംഗീതം തന്നെ പഠിക്കുന്നുണ്ട്. കന്നഡ സംഗീതം പഠിക്കുന്നുണ്ട്. എവിടെയാ? നാട്ടിൽ തന്നെ? ഇപ്പം നാട്ടിൽ തന്നെയാണ് പഠിക്കുന്നത്. നേരത്തെ ഏഴാമത്തെ വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങിയത്. ഒരുപാട് ഗുരുക്കന്മാർ. അപ്പം മത്സരങ്ങൾക്കൊക്കെ പോകുമ്പം ശാസ്ത്രീയ സംഗീതത്തിന് പോയില്ലായിരുന്നോ? ഉണ്ടായിരുന്നു. എന്നാലും ലളിതഗാനത്തിനായിരുന്നു അന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ശബ്ദത്തിൻ്റെ വ്യത്യാസം തോന്നാറുണ്ടോ? എന്ന് വെച്ചാൽ ക്ലാസിക്കലിന് വേറെ, ലൈറ്റ് മ്യൂസിക്കിന് വേറെ, എൻ്റെ ശബ്ദം ഇതിനാണ് ചേരുന്നതെന്ന് തോന്നിയതുകൊണ്ടാണോ ലൈറ്റ് മ്യൂസിക്കിൽ കൂടുതൽ? അങ്ങനെ ഒരു കാരണമുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട്, ടീച്ചേഴ്സ് പലരും പഠിപ്പിച്ചവർ. അതുകൊണ്ടും കൂടി ആയിരിക്കണം ലൈറ്റ് മ്യൂസിക്കിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഏത് പാട്ടാണ് ചേച്ചി പാടുന്നത്? PS നമ്പീശൻ എന്ന് പറഞ്ഞ ആൾ രചിച്ച, ഹരിപ്പാട് KPN പിള്ള സാറ് സംഗീതം ചെയ്ത താമര പൂക്കുന്ന തമിഴകം താണ്ടി ശ്രീ മലയാളത്തിൽ വന്ന കാറ്റ്, യുവജനോത്സവത്തിലൂടെ വളരെയധികം പ്രശസ്തമായൊരു പാട്ടാണ്. താമര പൂക്കുന്ന തമിഴകം താണ്ടി ശ്രീ മലയാളത്തിൽ വന്ന കാറ്റേ താമര പൂക്കുന്ന തമിഴകം താണ്ടി ശ്രീ മലയാളത്തിൽ വന്ന കാറ്റേ താമര പൂക്കുന്ന തമിഴകം താണ്ടി ശ്രീ മലയാളത്തിൽ വന്ന കാറ്റേ നിന്റെ കൂടെ നിൻ തോഴിയുണ്ടോ കയ്യിൽ നിശ്ചയ താമ്പൂല കാലമുണ്ടോ താമര പൂക്കുന്ന തമിഴകം താണ്ടി ശ്രീ മലയാളത്തിൽ വന്ന കാറ്റേ കുളിരിലും കുളിരുള്ള തിരുവോണനാളിൻ്റെ മലരുകളായിരം കോർത്തു വയ്ക്കാം, ഞാൻ കോർത്തു വയ്ക്കാം. കുളിരിലും കുളിരുള്ള തിരുവോണനാളിൻ്റെ മലരുകളായിരം കോർത്തു വയ്ക്കാം, ഞാൻ കോർത്തു വയ്ക്കാം.
കൂടെ നിൻ തോഴിയുണ്ടോ കയ്യിൽ നിശ്ചയ താമ്പൂല താലമുണ്ടോ താമര പൂക്കുന്ന തമിഴകം താണ്ടി ശ്രീമലയാളത്തിൽ വന്ന കാറ്റേ. മനോഹരമായൊരു ഗാനം, സാരമതി രാഗം ബേസ് ചെയ്തിട്ടുള്ളായിരുന്നു അല്ലേ? ചേച്ചി സ്റ്റേജ് പ്രോഗ്രാംസിനൊക്കെ പോവാറില്ലേ? ഗാനമേളകൾക്കൊക്കെ പോവാറുണ്ടോ? പോയിട്ടുണ്ട്, ഇപ്പൊ പോവാറില്ല. വേണുചേട്ടൻ്റെ കൂടെയൊക്കെ പാടിയിട്ടുണ്ട്, വേണുഗോപാലിൻ്റെ കുറച്ച്. ഏതാ ചേച്ചിക്ക് കൂടുതൽ താല്പര്യം? റെക്കോർഡിങ്ങിന് പോകുന്നതാണോ അതോ സ്റ്റേജ് ഷോസ് ചെയ്യുന്നതാണോ? യുവജനോത്സവങ്ങളിലെ വേദികളാണോ? ഏതാണ് കൂടുതൽ എപ്പോഴും യുവജനോത്സവ വേദിയാണ് ഒന്നും കൂടെ ഹരം. മത്സരം ആകുമ്പോൾ ഒന്നും മെച്ചപ്പെടണം എന്നുള്ള ഒരു ഇതല്ലേ, ഒരു കോമ്പറ്റീഷൻ മൂഡ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ തീർച്ചയായും നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടാവും. ഉണ്ട്. ഏതായാലും ചേച്ചിയുടെ ഇനിയും നല്ല പാട്ടുകൾ നമുക്ക് ആസ്വദിക്കാം ഇനിയുള്ള എപ്പിസോഡിൽ.